2025 MCA അഡ്മിഷനായിട്ട് ഇപ്പോൾ ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കുക, നിങ്ങളിപ്പോൾ ലാസ്റ്റ് സെം ഇപ്പോൾ എക്സാം എഴുതി അല്ലെങ്കിൽ പ്രൊജക്റ്റുകളൊക്കെ ചെയ്ത് സബ്മിറ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാം. ഓൾറെഡി പാസ്സായവർക്കും ഇപ്പോൾ ഈ ഒരു വർഷം പാസ് ഔട്ട് ആവുന്നവർക്കും ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അഡ്മിഷൻ്റെ സമയത്താണ് സാധാരണ ഇവിടെ ചോദിക്കുന്നത്. പിന്നെ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിൽ ആദ്യമേ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ ലാസ്റ്റ് ഫൈനൽ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ ആപ്ലിക്കേഷൻ നമ്പർ വന്നിട്ടുണ്ടോ എന്ന് കൺഫേം ആക്കുക. കാരണം കുറച്ച് പേര് ഫയൽ സബ്മിഷൻ ചെയ്യാതെ ഇതിന് ഔട്ടായി പോകാറുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ സാധാരണ ഇപ്പോൾ നിങ്ങൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടൊക്കെ ഇനി MCA ചെയ്യാൻ വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അലോട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ അറിയാൻ പറ്റും. പക്ഷേ നിങ്ങൾ യൂണിവേഴ്സിറ്റികളിലെ UG കോഴ്സുകളായിട്ടുള്ള BCAയോ അല്ലെങ്കിൽ മറ്റു BSc കോഴ്സുകളൊക്കെ ചെയ്തിട്ടാണ് MCA ചെയ്യാൻ വരുന്നതെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് പോലെയല്ല. നിങ്ങൾ അഡ്മിഷൻ, അതായത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വെബ്സൈറ്റ് തുറന്ന് നോക്കിയാലൊക്കെ മതി. പക്ഷേ ഇതങ്ങനെയല്ല. നിങ്ങൾക്ക് ഇവിടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവും. കാരണം നിങ്ങൾക്കറിയാം, MCAയുടെ അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു എൻട്രൻസ് എക്സാമിൻ്റെ ബേസിലാണ്. സോ എക്സാമിന് മുമ്പായിട്ട് നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാനായിട്ടും അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് അത് തിരുത്താനൊക്കെ ആയിട്ടും നമുക്കൊരു സമയമൊക്കെ തരുന്നുണ്ട്. അതായത് ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ നമ്മളിവിടെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടൊക്കെ സമയം നമുക്ക് തരും. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടും പിന്നീട് ലാസ്റ്റ് ഡേറ്റ് കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ടോ, അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ടും എന്തെങ്കിലുമൊക്കെ മെസ്സേജുകൾ വെബ്സൈറ്റിൽ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. എസ്പെഷ്യലി നമ്മുടെ, ഞാൻ പറഞ്ഞല്ലോ, ഫോട്ടോ, സിഗ്നേച്ചറൊക്കെ നമുക്ക് റെക്ടിഫൈ ചെയ്യാനും അതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് തിരുത്താനും ഒക്കെ LBSൻ്റെ ഇത് നമുക്ക് സമയം തരും. സോ ആ ഒരു സമയത്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്യുക. പിന്നീട് എക്സാമിൻ്റെ നമ്മൾക്ക് ഹാൾ ടിക്കറ്റ് വരാനും അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള ഇൻസ്ട്രക്ഷനും പിന്നീട് റാങ്ക് ലിസ്റ്റ് വരുന്നതും അതിൽ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങൾ എപ്പോഴും വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറയാനുള്ളത് കേട്ടോ. പിന്നെ ഇപ്പം നമുക്ക് ലാസ്റ്റ് ഡേറ്റ് നിലവിൽ 22/5/2025 വരെയാണ് തന്നേക്കണേ. അതിനുള്ളിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നമുക്കിവിടെ ആപ്ലിക്കേഷൻ ഫീസ്, നിങ്ങളൊരു കാര്യം ഓർക്കുക, ദയവായി നിങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ വന്നിട്ട് പ്രോസ്പെക്ടസ് നന്നായിട്ട് വായിച്ച് നോക്കണം കേട്ടോ. അതിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ആയിട്ടുള്ള ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷേ നമുക്ക് റിസർവേഷൻ ലൈക്ക് OBC, SC, ST അങ്ങനെയുള്ള റിസർവേഷൻസ് ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ കേരളീയൻ ആണെന്ന് തെളിയിക്കണം. സോ കേരളീയൻ ആണെന്ന് തെളിയിക്കാൻ കേരളത്തിൽ തന്നെ ജനിച്ച ഒരു കുട്ടിക്ക് വലിയ പാടൊന്നുമില്ല. നമ്മുടെ SSLC സർട്ടിഫിക്കറ്റിൽ, ചില SSLC സർട്ടിഫിക്കറ്റിൽ പറയണ്ടാവില്ല. അങ്ങനെ പറയുന്നവരാണെങ്കിൽ നേറ്റിവിറ്റി പ്രൂഫിൻ്റെ സ്ഥലത്ത് SSLC സർട്ടിഫിക്കറ്റ് നന്നായിട്ട്, എന്ത് കാര്യവും നിങ്ങൾ ഇവിടെ PDF ആയിട്ടാണ്, ജസ്റ്റ് ഫോട്ടോ എടുത്തല്ല അപ്ലോഡ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ PDF ആക്കിയിട്ടാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. സോ ഓരോ പ്ലേസിലും ഓരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ SSLC സർട്ടിഫിക്കറ്റിൻ്റെ സ്ഥലത്തും SSLC സർട്ടിഫിക്കറ്റ് കൊടുക്കാം. നേറ്റിവിറ്റി പ്രൂഫായിട്ടും നമ്മൾ SSLCയുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നവർക്ക് അവിടെ അപ്ലോഡ് ചെയ്യണം. നമ്മൾ ഓൾറെഡി അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചിട്ട് വിടരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ ജനിച്ച ഒരു കുട്ടിക്ക് SSLC സർട്ടിഫിക്കറ്റിൽ പ്ലേസ് ഓഫ് ബർത്ത് ഇന്ന സ്ഥലം എന്ന് പറയുന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കാം. നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ അത് PDF ആയിട്ട് അത് കൊടുക്കാം. പിന്നെ നിങ്ങൾ ആധാർ കാർഡൊന്നും നേറ്റിവിറ്റി പ്രൂഫായിട്ട് അംഗീകരിക്കില്ല. സോ ആധാർ കാർഡ് ആരും നേറ്റിവിറ്റി പ്രൂഫായിട്ട് വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാൻ ഒന്നുകൂടി പറയുവാണ്. പിന്നെ അതുപോലെ നിങ്ങളുടെ OBC NCL സർട്ടിഫിക്കറ്റ്, അപ്പോൾ അതൊക്കെ വാങ്ങുക കേട്ടോ. അതൊക്കെ വാങ്ങിയിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഇവിടെ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് 22/5/2025 വരെയാണ്. നിങ്ങളുടെ കയ്യിലുള്ളതിന് അതുവരെ വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു മെമ്മോ പീരീഡ് തരും. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടാവും അതിന് എന്തെങ്കിലും മാറ്റണോ എന്നൊക്കെ ഉള്ളത്. അല്ലെങ്കിൽ സാധാരണ ചിലപ്പോൾ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് കോളേജിൽ നിന്ന് ഇത് മാറിയിട്ടുണ്ട്, നിങ്ങളൊന്ന് ശരിയാക്കി തരാനൊക്കെ പറയും. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വെബ്സൈറ്റിൽ ഫോളോ ചെയ്യണം, അതിൽ ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിൽ 22/5/2025 വരെയുള്ള വാലിഡിറ്റി ഉള്ള സർട്ടിഫിക്കറ്റുകൾ, അത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്കറിയാം, AICTയുടെ കീഴിലുള്ള ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു മെറിറ്റ് സീറ്റിലേക്കാണ് ഈ ഒരു LBS അലോട്ട്മെൻറ്റുകൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ മേ ബി പ്രോസ്പെക്ടസിൽ ഏതൊക്കെ കോളേജുകളാണ് എന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ പ്രീവിയസ് ഇയറിൽ ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ കോളേജുകൾസാണ് ഇതിൽ ഉൾപ്പെടുന്നതെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും കേട്ടോ. വേണമെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് നിങ്ങൾ പറയുവാണെങ്കിൽ ചെയ്തു തരാം. ഓക്കെ, ഇനി
ഇതിൻ്റെ എഡ്യൂക്കേഷൻ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ BE, BTech, BSc കോഴ്സുകളോ BCom കോഴ്സുകളോ ഈവൻ BA കോഴ്സുകളോ എടുത്തേക്കുന്നവർക്കും BVO കോഴ്സുകൾ എടുത്തേക്കുന്നവർക്കും അതുപോലെ BCA കോഴ്സ് എടുത്തേക്കുന്നവർക്കും തീർച്ചയായിട്ടും MCA ചെയ്യാം. പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് നിങ്ങൾ +2 അല്ലെങ്കിൽ അഥവാ UGയിലോ ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ അത് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് പറയുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സ് നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പറ്റുള്ളൂ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജിലും അതത് യൂണിവേഴ്സിറ്റി നിഷ്കർഷിക്കുന്ന ബ്രിഡ്ജ് കോഴ്സുകളിൽ യോഗ്യത നേടേണ്ടതായിട്ട് വരും. ഓക്കെ, ഇപ്പോൾ BCA ഒക്കെ പഠിച്ചവർക്ക് കുഴപ്പമില്ല. അല്ലാതെ ചില കോഴ്സുകളുണ്ടല്ലോ, നിങ്ങൾ മാത്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ ഇല്ലാത്ത കോഴ്സുകളാണെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സുകൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇവിടെ നമ്മളുടെ ഈ അഡ്മിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഡിഗ്രിയുടെ യോഗ്യതാ പരീക്ഷ, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിയുടെ ആ ഒരു യോഗ്യതാ പരീക്ഷയുടെ മാർക്കിൻ്റെ ബേസിലല്ല, നമ്മുടെ എൻട്രൻസ് എക്സാം എഴുതി എൻട്രൻസ് എക്സാമിൻ്റെ റാങ്കിൻ്റെ ബേസിലാണ് നമുക്ക് അഡ്മിഷൻ എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ മാർക്ക് നിങ്ങളെ അപ്ലോഡ് ചെയ്യാൻ ചോദിക്കുന്നുണ്ടാവും. ഉള്ളവർ കൊടുക്കുക, ഇല്ലാത്തവർ കുഴപ്പമില്ല. അത് പറയുന്നത് ഇതിന് എലിജിബിലിറ്റി ആയിട്ട് പറയുന്ന മാർക്ക് എന്ന് പറയുന്നത് 50% മാർക്കാണ്. റിസർവേഷൻ ഉള്ളവർക്ക് 45% മാർക്ക് മതിയാവും. ബാക്കി എല്ലാവർക്കും 50% മാർക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾ പാസ്സായ UG കോഴ്സ് ഏതാണ്, BSc ആണോ അല്ലെങ്കിൽ BC ആണോ, ഏതിനാണെങ്കിലും 50% മാർക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ റാങ്ക് എക്സാം എഴുതി റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ 1ാം റാങ്കുകാരനായിട്ട് വന്നിട്ട് കാര്യമില്ല. ഈ MCAയുടെ 50% അല്ലെങ്കിൽ നിങ്ങൾ യോഗ്യതാ പരീക്ഷ, അതായത് BCO അല്ലെങ്കിൽ BTechോ ഏതാണോ നിങ്ങൾ എഴുതി കഴിഞ്ഞിപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന UG കോഴ്സ് ഏതാണോ ചെയ്തേക്കുന്നത് അതിന് നിങ്ങൾ 50% മാർക്ക് ഉണ്ടാവണം എന്നുള്ളതാണ് എലിജിബിലിറ്റി. അപ്പോൾ നിങ്ങൾക്ക് മാർക്കില്ല, ഒരു പക്ഷേ റിസൾട്ട് വന്നിട്ട് ചിലപ്പോൾ നമ്മുടെ LBSൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങളോട് ചിലപ്പോൾ മാർക്ക് അപ്ലോഡ് ചെയ്യാൻ പറയും. അതുമല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങനെ പറയൂല. നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ്, അതായത് മാർക്ക് ലിസ്റ്റ് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കാര്യമല്ല പറയണത്. 50% മാർക്കിൻ്റെ എലിജിബിലിറ്റി കാണിക്കുന്ന നിങ്ങളുടെ മാർക്ക് ലിസ്റ്റ് അവിടെ കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ കുറേ പേരൊക്കെ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് സപ്ലിയുടെ റിസൾട്ട് വരാറുണ്ട്, സോ അത് കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ്റെ സമയമാകുമ്പോൾ പ്രീവിയസ് ഇയർ എനിക്ക് തോന്നുന്നു നവംബർ ഒക്കെ ആയിരുന്നു തോന്നുന്നു, ആ ഒരു ടൈം ആയപ്പോഴത്തേക്ക്, ഈ വർഷത്തെ കാര്യം നമുക്ക് അറിയില്ല, പ്രോസ്പെക്ടസിൽ അതിൻ്റെ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് വേണമെങ്കിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ പ്രോസ്പെക്ടസ് ദയവായിട്ട് വായിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന 50% മാർക്ക് ഉണ്ടായാൽ മതിയാവും കേട്ടോ. ഇങ്ങനെ അപ്ലൈ ചെയ്യണതിന് ഇപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് 1300 രൂപയാണ്. മറ്റു ചില റിസർവേഷനുള്ള ആളുകളുണ്ടല്ലോ, പട്ടികവർഗ വിഭാഗത്തിൽ വരുന്ന കുട്ടികൾ, അവർക്ക് 650 രൂപ മാത്രം ഫീസ് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ നിങ്ങൾ ഈ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ഇതാണ് വെബ്സൈറ്റ് കേട്ടോ. ഓക്കെ, LBS.in എന്നുള്ള വെബ്സൈറ്റിൽ വരാം. അതിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ അഡ്മിഷൻ ടു MCA 2025 എന്ന് പറയുന്ന ലിങ്ക് ഉണ്ടാവും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പേജിലേക്ക് വരും. ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ട് ലോഗിൻ ചെയ്യാനുള്ളതാണ്. നമ്മൾ പറഞ്ഞല്ലോ ഇനിയൊരു കറക്ഷൻ പീരീഡൊക്കെ വരും, ആ ഒരു ടൈമിൽ നമ്മൾ ലോഗിൻ ചെയ്യണം എന്ന് പറഞ്ഞല്ലോ, ആ ടൈമിൽ ലോഗിൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പാസ്വേഡും ഒക്കെ നിങ്ങൾ സൂക്ഷിച്ച് വച്ചേക്കുക കേട്ടോ. പിന്നെ ഇവിടെയാണ് ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഓർക്കുക, നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റിലുള്ള പോലെ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും, നിങ്ങൾ ഏത് പ്രൂഫ് ഹാജരാക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തിന് വേണ്ടി അല്ലെങ്കിൽ നേറ്റിവിറ്റി പ്രൂഫിന് വേണ്ടി ആ ഒരു ഇതിലുള്ള ഡേറ്റ് തന്നെ ഇവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മെയിൽ ID അതുപോലെ ഫോൺ നമ്പറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കൊരു മെയിൽ വന്നാൽ, SMS വന്നാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന നിങ്ങളുടെ തന്നെ ആയിട്ടുള്ള മെയിൽ ID SMS കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആരാണെങ്കിലും അത് അറിയണം എന്നുള്ളൂ. ആരോ അക്ഷയയിലോ അല്ലെങ്കിൽ കഫേയിലോ ഒന്നും മൊബൈൽ നമ്പറും മെയിൽ ID ഒന്നും വയ്ക്കരുതെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇനി ഈ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ പിന്നെ തിരുത്താൻ പറ്റില്ല. സോ പേരിൻ്റെ കാര്യത്തിലൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. പിന്നീട് വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷനും അതുപോലെ തന്നെ അക്കാദമിക് ഡീറ്റെയിൽസും ഒക്കെയാണ്. അതൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഫൈനൽ സബ്മിഷൻ ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. എല്ലാം കറക്റ്റായിട്ട് തന്നെ ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പേജിൽ വന്നു കഴിയുമ്പോൾ ഇവിടെ ഈ ഒരു നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 3 ഇത് കിടക്കുന്നില്ലേ, അതിൽ നിങ്ങൾ ഇതായിട്ടുണ്ടെങ്കിൽ താഴോട്ട് പ്രോസ്പെക്ടസ്, ഹോം പ്രോസ്പെക്ടസ്, ഇപ്പോൾ നമ്മൾ വായിച്ച നോട്ടിഫിക്കേഷൻ, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നുണ്ട്. സോ നിങ്ങൾക്കത് വായിച്ചാൽ മനസ്സിലാവും. മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് അറിയാലോ. ഇംഗ്ലീഷിലാണെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിൽ കിട്ടും. അപ്പോൾ പ്രോസ്പെക്ടസ് കറക്റ്റായിട്ട് വായിക്കുക, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്. നിങ്ങൾക്ക് ഉള്ള റിസർവേഷൻ, ഒരാൾക്ക് ഒന്നിലധികം റിസർവേഷൻ ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സർട്ടിഫിക്കറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് 2 റിസർവേഷൻ അല്ലെങ്കിൽ 3 റിസർവേഷൻ ഉണ്ടെങ്കിൽ 3 റിസർവേഷനും കിട്ടും കേട്ടോ. സാധാരണ നമ്മൾ OBC, NCL അല്ലെങ്കിൽ SC ST അങ്ങനെയുള്ള പല റിസർവേഷൻ, EWS
അതൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ വാങ്ങുന്ന സർട്ടിഫിക്കറ്റ് എല്ലാം തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് സ്കാൻ ചെയ്ത് PDF ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പ്രോസ്പെക്ടസ് വായിക്കുക, അതനുസരിച്ചിട്ട് ഈ പറയുന്ന ഡേറ്റിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുത്താൽ മതി. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.